നമ്മളെ ആശ്രയം ദൈവത്തിൽ മാത്രമായിരിക്കും, പിതാവാം ദൈവത്തിൽ. ഒരു ഭക്തന്റെ യാചനയല്ല, ഒരു മക്കള് അപ്പനുമായിട്ട് ആചരിക്കുന്ന കൂട്ടായ്മ. നൗ ആ ഇൻറ്റിമേറ്റ് കർത്താവുമായിട്ടുള്ള ആ ഫെലോഷിപ്പിൽ നടക്കുമ്പോൾ അസൂയപ്പെടുന്ന പോലെ ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കും. ആൾക്കാർക്ക് എന്നാലും അംഗീകരിച്ച് തരാൻ പറ്റത്തില്ല. അവർക്ക് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്താ ബുദ്ധിമുട്ടെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് എന്തോ കള്ളത്തരമുണ്ട്, എന്നാലും അംഗീകരിക്കത്തില്ല. ഇത് ദൈവമാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്തത് വേറെ വല്ലവരും ചെയ്യുന്നത് കണ്ടാൽ അതിനകത്ത് എന്തോ കള്ളത്തരം ഉണ്ടെന്ന് പറയും. അത് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പേര് അസൂയ എന്നല്ലാതെ വേറെ അതിന് മറുപടിയില്ല. നിങ്ങളും ഞാനും ചെയ്യുന്ന പല കാര്യങ്ങളും പരാജയപ്പെടണം എന്ന് തന്നെ ആഗ്രഹിച്ച് നിങ്ങളുടെ കൂടെ കൈയടിച്ച് നടക്കുന്നവർ കാണും. അവിടെയാണ് ഞാൻ പറഞ്ഞത്, അവരിലും ഇവരിലും അല്ല. ചിലർ കുതിരകളിലും ചിലർ രഥങ്ങളിലും ആശ്രയിക്കുന്നു, ഞാനോ എൻ്റെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കും. യേശുവിൽ മാത്രം ആശ്രയിക്കും. ദൈവം നമുക്ക് അനുകൂലമായതുകൊണ്ട് ആരെന്നാ വിചാരിച്ചാലും നിങ്ങൾ ജയാളിയായേ തീരും.